സോംബി സിനിമകൾ കണ്ട് ഭയന്ന് കഴിയുന്നവർക്ക് കൂടുതൽ പേടിക്കാനുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വാർത്ത മറ്റൊന്നുമല്ല, സോംബി ഫംഗസുകൾ ഉറുമ്പുകളെ കീഴടക്കി തുടങ്ങി എന്നുള്ളതാണ് വാർത്ത. ഈ ഫംഗസുകൾക്കുള്ള പേര് ഓഫിയോകോഡിസെപ്സ് എന്നാണ് ഈ ഫംഗസുകളെ ശാസ്ത്രകാരന്മാർ വിളിച്ചിരിക്കുന്നത്. ഇതിന് സോംബി ഫംഗസ് എന്ന മറ്റൊരു പേരും കൂടിയുണ്ട്. നിലവിൽ ഉറുമ്പുകളെയാണ് ഇത് ആക്രമിച്ച് കീഴടക്കി സോംബികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ പ്രതലത്തിലൂടെ സഞ്ചരിക്കുന്ന ഉറുമ്പിൻ്റെ ശരീരത്തിലേക്ക് ഈ ഫംഗസ് കടന്നു പിടിക്കുന്നു. ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഫംഗസ് ഉറുമ്പിൻ്റെ ശരീരത്തിലേക്ക് ഒരു സെല്ല് കുത്തിവെക്കും. ഈ സെല്ല് ഉറുമ്പിൻ്റെ ശരീരത്തിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറുമ്പ് ഇതൊന്നും അറിയുന്നുണ്ടാകില്ല. ഈ സെല്ല് ഉറുമ്പിൻ്റെ ശരീരത്തിനകത്ത് പ്രവർത്തിച്ചു തുടങ്ങും. ഇത് ഉറുമ്പിൻ്റെ ശരീരത്തിനുള്ളിൽ നിന്ന് കുറേശ്ശെയായിട്ട് കഴിച്ചു തീർക്കും. ഇങ്ങനെ കഴിച്ച് ഉറുമ്പിൻ്റെ മാസിൻ്റെ പകുതി, ഒരു ഉറുമ്പിനൊരു 1 ഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗസ് 1/2 ഗ്രാമും ഉറുമ്പിൻ്റെ മാസ് 1/2 ഗ്രാമുമായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഈ അവസ്ഥയിലേക്ക് എത്തുന്നതോടുകൂടി ഈ ഉറുമ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഈ ഫംഗസ് ഏറ്റെടുക്കും. ഈ സമയത്ത് ഫംഗസ് ഉറുമ്പിൻ്റെ തലച്ചോറിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കും. ഈ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാലുടൻ തന്നെ ഉറുമ്പിൻ്റെ തലച്ചോറ് ഉറുമ്പിൻ്റെ നിയന്ത്രണത്തിലല്ലാതായി മാറുകയും ഉറുമ്പ് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് ഉറുമ്പ് പുറത്തേക്ക് ഇറങ്ങി നടന്ന് ഏതെങ്കിലും മരത്തിൻ്റെയോ ഇലകളിലൂടെയോ ഒക്കെ മുകളിലേക്ക് കയറാൻ തുടങ്ങും. ഏകദേശം കുറച്ച് ഉയരേക്ക് കയറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത് കാണുന്ന ഇലയിലേക്ക് ഉറുമ്പ് കടിച്ചു പിടിക്കുകയും അവിടെ തന്നെ ഉറുമ്പ് അങ്ങിരിക്കുകയും ചെയ്യും. അവിടെ ഇരുന്നു കൊണ്ട് ഈ ഉറുമ്പിൻ്റെ ശരീരത്തിലെ ഫംഗസ് പ്രവർത്തനം തുടങ്ങും. ഈ ഫംഗസിന് വളരുവാൻ ആവശ്യമായ ഈർപ്പവും താപനിലയും ഒക്കെ ഉള്ള സ്ഥലത്തായിരിക്കും ഈ ഉറുമ്പ് പോയിട്ട് ഇരുന്നിട്ടുണ്ടാവുക. ക്രമേണ ഈ ഉറുമ്പ് അവിടെ ഇരുന്ന് മരിച്ചു പോകും. ഏകദേശം 6 മണിക്കൂർ കൊണ്ട് ഉറുമ്പിൻ്റെ ജീവൻ നഷ്ടമാകും എന്നാണ് പറയുന്നത്. ഉറുമ്പിൻ്റെ ജീവൻ നഷ്ടമായി കഴിഞ്ഞാൽ ഈ ഉറുമ്പിൻ്റെ ശരീരം മുഴുവൻ ഫംഗസായി മാറുകയും ഈ ഉറുമ്പിൻ്റെ ശരീരത്തിൽ നിന്ന് നീളത്തിലുള്ള ഒരു വാലുപോലൊരു സാധനം പുറത്തേക്ക് വരികയും ചെയ്യും. ഈ വാലുപോലുള്ള സാധനം ഈ അന്തരീക്ഷത്തിലേക്കൊക്കെ ഈ ഫംഗസിനെ വ്യാപിപ്പിക്കാൻ പ്രാപ്തമാണ് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും അബദ്ധവശാൽ മറ്റേതെങ്കിലും ഉറുമ്പുകൾ ഈ ഭാഗത്തുകൂടെ വരികയും ഉറുമ്പിൻ്റെ ശരീരത്തിൽ സ്പർശിക്കുകയും ചെയ്താൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയ കഥ പോലെ സംഭവിക്കും. ഈ ഉറുമ്പിൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ഫംഗസ് പിന്നെ വരുന്ന ഉറുമ്പിൻ്റെ ശരീരത്തിലേക്ക് ഒരു സെല്ല് കുത്തിവെക്കുകയും ആ ഉറുമ്പിൻ്റെ ശരീരത്തിൽ വളരുകയും ആ ഉറുമ്പിനെ സോംബിയാക്കി മാറ്റുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഈ ഫംഗസുമായി സ്പർശനത്തിൽ വരുന്ന മുഴുവൻ ഉറുമ്പുകളും സോംബികളായി മാറി കൂടുതൽ ഉറുമ്പുകളെ സോംബികളാക്കി കൊന്നൊടുക്കുമെന്നുള്ളതാണ് ശാസ്ത്രകാരന്മാരുടെ പുതിയ കണ്ടുപിടുത്തം. നന്നായി പേടിക്കാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ തുറന്നു കിടക്കുന്നതെങ്കിലും ഇതുവരെയും മനുഷ്യനെ ആക്രമിച്ച് കീഴടക്കാൻ മാത്രം ശേഷിയുള്ള സോംബി ഫംഗസുകളെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്ക് 100% വിശ്വസിക്കാം അങ്ങനെയൊരു ഫംഗസ് ഇല്ല എന്ന്. അഥവാ അങ്ങനെയൊരു ഫംഗസ് വന്നാൽ നമ്മുടെ അവസ്ഥ ആ സോംബി സിനിമകളിൽ കാണുന്നത് പോലെ ആയിത്തീരും. എന്തായാലും അങ്ങനെ ഒരു ഫംഗസ് ഇല്ലാത്തത് കൊണ്ട് സോംബികളായി തീരില്ല എന്ന പ്രതീക്ഷയിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം.